ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിത ഗർഭിണിയാണെന്നുള്ള കാര്യം കൈലാസിനോട് പറയാട്ടോ. ഗർഭിണിയായിരിക്കും ഡോക്ടർമാർ പറഞ്ഞത്. അവൾക്ക് ഗർഭിണിയാവാനൊരു ചാൻസ് ഉണ്ടാവില്ല, വല്ല ബേബി കയറിയതായിരിക്കും. അല്ലെന്നേ, അവള് ശരിക്കും ഗർഭിണി തന്നെയാണ്. അവൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയായിരുന്നല്ലോ. അവൾക്ക് റിസൾട്ട് കിട്ടി. അവൾ പെട്ടെന്ന് ഗർഭിണിയായി. ഞാനും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. അതിനൊക്കെ ഓരോ സമയമുണ്ട്. എന്നാലും അവൾക്ക് ഗർഭിണിയാവാൻ പറ്റിയ കിട്ടിയ ഒരു സമയം ഒന്ന് സെറ്റായി വരുമായിരുന്നു എന്നൊക്കെ കൈലാസ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം മഞ്ജു പറഞ്ഞിട്ട്, ഞാൻ നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഗുണമൊന്നും ഉണ്ടായില്ലെന്ന്. നമുക്കും ഒരു സമയമാകുമ്പോൾ നമുക്കും കിട്ടുമായിരിക്കും ഒരു കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു അകത്ത് കയറി പോവാണ്. പിന്നീട് കാണിക്കുക ഇഷിതേനെയാണ്. ഇഷിത ഡോക്ടർ വന്ന് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇഷിതയുടെ ഡോക്ടർ ഇങ്ങനെ ബിപിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ മഞ്ജുമയും സ്വപ്നവലി മഹേഷ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശേഷം ഇഷിത പറയുന്നുണ്ട്, ഞാനിന്നലെ ശരിക്കും ഉറങ്ങിയില്ലായിരുന്നു, അതിൻ്റെയായി തലകറക്കം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഉറക്കം ശരിയായില്ലെങ്കിൽ തലകറക്കം എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവേണ്ടതൊന്നും ഇല്ല എന്ന് പറയാണ്. ഇത് എന്റെ നിഗമനം ശരിയാണെങ്കിൽ ഇത് പ്രഗ്നൻസി തന്നെയാണ്. അയ്യോ, ഞാൻ പ്രഗ്നന്റ് ആവാൻ ഒരു ചാൻസും ഇല്ല ഡോക്ടറെ എന്ന് ഇഷിത പറയുമ്പോ, അത് ഇഷിത തീരുമാനിച്ചാൽ മതിയോ? ഞാൻ എന്റെ നിഗമനം പറഞ്ഞതേ ഉള്ളൂ, ഇത് പ്രഗ്നൻസി തന്നെ ആവാനാ ചാൻസ് എന്ന് പറയുമ്പോ മഞ്ജുവ പറയുന്നുണ്ട്, അതെ അങ്ങനെ തന്നെയായിരിക്കും. കുറച്ചു ദിവസമായി ഞാൻ ഇഷിതയുടെ മുഖത്ത് ആ വിളർച്ചയൊക്കെ ശ്രദ്ധിക്കുന്നു, ഇത് പ്രഗ്നൻസി തന്നെയാ എന്ന് പറയാണ്. അമ്മ വീണ്ടും ഒരു മുത്തശ്ശിയാവാൻ പോവാ. എടാ മഹേഷ്, ഞാൻ വീണ്ടും ഒരു അമ്മമ്മയാവാൻ പോവാ, നീ വീണ്ടും ഒരു അച്ഛനാവാൻ പോവാ മഹേഷ്. ഇത് ആൺകുഞ്ഞ് തന്നെയായിരിക്കും. മുരുകന്റെ എല്ലാ അനുഗ്രഹവും ആ കുഞ്ഞുണ്ടാകും. ഞാൻ രാമനെയും അയൽ വീട്ടിലെല്ലാവരെയും ഇത് അറിയിച്ചിട്ട് വരാം എന്ന് പെട്ട് സ്വപ്നയിൽ ചാടിത്തുള്ളി അപ്പുറത്തേക്ക് പോവാട്ടോ. ഇഷിതയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ അടുത്ത്, ഡോക്ടർ അല്ല പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പിച്ചാ പോരെ? മതി, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മതി, ഞാൻ നിഗമനം പറഞ്ഞതേ ഉള്ളൂ. പ്രഗ്നൻസി ടെസ്റ്റ് ഇഷിത നാളെ വന്നിട്ട് ഹോസ്പിറ്റൽ വന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ലാബ് ടെക്നീഷ്യനെ വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയക്കാം, അവര് ടെസ്റ്റ് നടത്തിക്കോളും. അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ ഉള്ള കാര്യവും ഞാൻ പറഞ്ഞേട്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുകയാണ്. ഇഷിത അതേ ഇരിപ്പ് അവിടെ തന്നെ ഇരിക്കാട്ടോ, എന്ത് ചെയ്യണോന്ന് അറിയാണ്ട്. മഹേഷ് ആണെങ്കിൽ വാലിന് തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കണ്ടില്ലേ കുടുംബത്തിന്റെ ഒരു ആഹ്ലാദം. ഇനി എന്റെ കുടുംബക്കാര് തന്റെ കുടുംബത്തിലേക്ക് പോയി ചെല്ലും, അവിടെ പോയിട്ട് ആഘോഷവും സന്തോഷവും ഒക്കെ പങ്കുവെക്കാനായിട്ട്. ഈശ്വര, ഇത് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് പറയണ്ട, എവിടെയെങ്കിലും പോയി ഒളിച്ചാ മതി എന്ന് പറയുമ്പോ ഈശ്വര പറയണ്ട, ഒളിക്കാൻ സ്ഥലം തപ്പുവാണെങ്കിലേ രണ്ടുപേർക്കുള്ള സ്ഥലം തപ്പ് എനിക്ക് വന്നിരിക്കണല്ലോ. തന്റെ ഒരു വളിച്ച കോമഡി. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? ദേ നോക്ക്, ആ ഡോക്ടർക്ക് ആരോട് ഡിഗ്രി കൊടുത്തത്? വല്ല കോളേജിൽ സ്കൂളൊക്കെ പഠിക്കുന്നത്, പഠിക്കുന്ന സമയത്ത് വല്ല പാർട്ടി പ്രവർത്തകയായിരിക്കും. അതാ നിഗമനം, അത് ഇതെന്നൊക്കെ പറയണത്. അവരെ എത്ര പെട്ടെന്ന് എന്റെ ഹോസ്പിറ്റലിൽ പറഞ്ഞേക്ക് എന്ന് പറയാണ്. ഒരു കുന്തവും അറിയില്ല, ഗർഭിണിയാണോ അല്ലേ നോക്കാൻ പോലും അവർക്കറിയില്ല എന്നിങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് കൈലാസ് തൊട്ട് പുറകെ തന്നെ വാതിക്കൽ ചെവിയും വെച്ചിങ്ങനെ കോർത്തിരിക്കുക കേട്ടോ. ശേഷം മഹേഷ് പറയുന്നുണ്ട്, ഇനിയിപ്പോ ഈ വിശേഷം തന്റെ വീട്ടുകാരറിയും, പച്ചമാങ്ങ മുതൽ വാളമ്പുൾ വരെ കൊണ്ടുവരും, തന്നെ കൊണ്ട് അതെല്ലാം ഞാൻ തീറ്റിക്കും. എന്തിന്? താൻ തന്നെ തിന്നണം, താൻ തന്നെ ഇതിന്റെ ഉത്തരവാദി. തന്നോട് ആരോട് പറഞ്ഞത് തല കറങ്ങി എല്ലാവരുടെ മുമ്പിൽ വീഴാനായിട്ട്? അത് കൊള്ളാലോ. തല കറങ്ങി വീഴുമ്പോ പിന്നെ എവിടെ വീഴണം? അതെ, താൻ ആരും കാണാത്തടത്ത് വീഴണമായിരുന്നു. ഒരു കാര്യം ചെയ്യാം, അടുത്ത പ്രാവശ്യം തലകറങ്ങി വീഴുമ്പോഴേ ഒന്ന് മാർക്ക് ചെയ്യാം, എന്നിട്ട് അവിടെ വീഴാൻ വേണ്ടി ശ്രമിക്കാം. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം താൻ തന്നെ ഏറ്റെടുത്തോ, നമ്മൾ തമ്മിൽ അതിലൊന്നും നടന്നിട്ടില്ലല്ലോടോ എന്ന് പറയാണ് മഹേഷ്. അത് കേട്ടതോ നമ്മുടെ കൈലാസം മനസ്സിൽ വിചാരിക്കുകയാണ്, അപ്പോ മഹേഷിന്റെ കുഞ്ഞല്ല അത്, അപ്പൊ വേറെ ആരുടെ കുഞ്ഞാണ്? അപ്പൊ അവിഹിതം. ഒരു കാര്യം ചെയ്യാം, ആ കുഞ്ഞിന്റെ അച്ഛൻ വേണമെങ്കിൽ ഞാനായിക്കോളാം എന്നൊക്കെ കൈലാസ് ഇന്ന് വിചാരിക്കുകയാണ്. ശേഷം ഇഷിത പറയുന്നുണ്ട്, എന്തായാലും ഇത് എങ്ങനെ സംഭവിച്ചു? ഞാൻ ഗർഭിണിയല്ല, പിന്നെ ഗർഭിണിയാണെന്ന് അവരെന്താ എങ്ങനെ പറയണത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ കൈലാസ് ചോദിക്കണ്ട, അപ്പോ ഗർഭിണിയല്ല, ഡോക്ടർക്ക് തെറ്റിയതാണ്, അപ്പൊ കുഴപ്പമില്ലൊരു ചാൻസ് ഉണ്ട്. ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് കൈലാസ് അവിടെ നിന്ന് പോകുക കേട്ടോ. മഹേഷ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന സ്വപ്നവല്ലിനെയാണ്. സ്വപ്നവല്ലി കുറച്ച് സ്വീറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുവാട്ടോ, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാ. അതേസമയം നമ്മുടെ പ്രിയാമണി ആണെങ്കിൽ ഫ്ലാറ്റിൽ ഇങ്ങനെ അന്വേഷണം നടക്കണം. മാഷേ എന്നോട് പറയാതെ മുങ്ങിയും തോന്നണം. മാഷിന്റെ ഒരു കാര്യം, പ്രായം കൂടി വരും തോറും അനുസരണശീലം ഒട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേ നമ്മുടെ സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുവാണ്. പ്രിയാമണി, ഇതാരും സ്വപ്നവല്ലിയോ? കയ്യിൽ കുറെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അതൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാ, സ്വീറ്റ്സ് എടുക്ക്. അതെ, സന്തോഷ വാർത്ത പറഞ്ഞിട്ട് സ്വീറ്റ്സ് കഴിക്കാമെങ്കിൽ മധുരം കൂടും. അത് കുഴപ്പമില്ല. ആദ്യം സ്വീറ്റ്സ് എടുക്ക്, എന്നിട്ട് സന്തോഷ വാർത്ത പറയാം. ഇത് സന്തോഷ വാർത്ത പറഞ്ഞാലേ സ്വീറ്റ്സ് കഴിച്ചുമ്പോഴേ കണ്ണീര് വരും, അതുകൊണ്ടാണ് നേരത്തെ കഴിക്കാൻ പറഞ്ഞത്. കണ്ണീര് വരുന്നു? അതെ, ആനന്ദ കണ്ണീരെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. എന്നാൽ ശരി, സ്വീറ്റ്സ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയാമണി ഒരു സ്വീറ്റ് എടുക്കാണ്. സ്വപ്നടുത്ത് ചോദിക്കണ്ടേ, ഇനി പറ, എന്താ സന്തോഷ വാർത്ത? അതോ, പ്രിയാമണി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു?
അത് ഇഷിതയുടെ കല്യാണം. അത് നടന്നില്ലേ? ഇനി വേറെ എന്താ പ്രാർത്ഥിക്കാറ് ഏറ്റവും കൂടുതൽ? അത് നടക്കില്ലെന്നറിയാം, എങ്കിലും പ്രാർത്ഥിക്കാറുണ്ട് ഇഷുവിന് ഒരു കുട്ടി ഉണ്ടാവണോന്ന്. എങ്കിൽ ആ പ്രാർത്ഥന നടന്നു എന്ന് വിചാരിച്ചാ മതി. എന്താ സ്വപ്നോല് പറഞ്ഞതിന്റെ അർത്ഥം? അതേന്നേ, ഇഷിത പ്രഗ്നന്റ് ആണ്. ഇപ്പൊ ഡോക്ടർ വന്നിട്ട് പരിശോധിച്ചു പോയുള്ളൂ, പ്രഗ്നന്റ് ആണെന്ന് കൺഫേമും ചെയ്തു. സത്യമാണോ? പിന്നെ സത്യമല്ലാതെ എനിക്ക് ഈ സന്തോഷത്തെ എല്ലാവരും അറിയിക്കണം. മധുരം ആശിനെ കൂടി എടുത്തോ. ശരി, ഞാനിത് എല്ലാവർക്കും കൊടുത്തിട്ട് വരാട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവേലി ഇവിടെ നിന്ന് പോവാണ്. പ്രിയാമണിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഈശ്വരാ, സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റണില്ലല്ലോ. ഒരു ദൈവങ്ങളോട് നന്ദി പറയട്ടെ. ദൈവങ്ങളെ, എന്റെ പ്രാർത്ഥന നീ കേട്ടു. എന്നും ഈ തിരുനടയെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാറേ ഉള്ളൂ. എന്റെ മോളുടെ എപ്പോഴും ഇത്രയും നാളത്തെ ഒരു വിഷമമാണ് നീ സാധിച്ചു കൊടുത്തത്. എനിക്ക് സന്തോഷമായി. ഈശ്വര, ഈ വിഷയം മാഷിനോട് പറയണ്ടേ? മാഷേ എന്ന് പറഞ്ഞ ഫോൺ വിളിക്കാണ്. എന്താ പ്രിയാമണി? അല്ല, മാഷ് ഇതെവിടെയാ? നീയല്ലേ പറഞ്ഞ കുറച്ച് പച്ചക്കറി മേടിക്കാണ്ട് ഞാൻ കടയിലേക്ക് വന്നതാ. എന്റെ മാഷേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അതെന്താ? നമ്മുടെ ഇഷു പ്രഗ്നന്റ് ആണെന്ന്. സത്യമാണോ? അതെ, ഇപ്പൊ ഡോക്ടർ വന്ന് പരിശോധിച്ച് പോയേ ഉള്ളൂ. എന്റെ ഈശ്വരാ, എത്ര നാളെ നമ്മൾ ഈ സന്തോഷ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നു. അതേ മാഷേ, മാഷ് എത്രയും പെട്ടെന്ന് വാ, ഞാനിപ്പോ വരാം എന്ന് പറയാണ്. ശേഷം ഈശ്വരൻ, ഞാനിപ്പോ ആരെയാ വിളിക്കേണ്ടത്? സുജീനെ വിളിച്ചു പറയാം. ഹലോ സുജി മോളെ. അതെ, നിന്റെ ചേച്ചി പ്രഗ്നന്റ് ആണ്, സന്തോഷമായില്ലേ? അതുപോലെ ഫോൺ വെക്കുവാണ്. അശ്വതനെ വിളിക്കാം. അശ്വതേ മോളെ. എന്താ അമ്മേ? ദേ ഇഷിത ഗർഭിണിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോളാം. അങ്ങനെ ആരെയൊക്കെ വിളിക്കാവോ അവരെയൊക്കെ വിളിച്ചു പറയാണ് പ്രിയാമണി. അതേസമയം നമ്മുടെ മഹേഷും ഇഷിതയാണെങ്കിൽ ആകെ തലക്ക് തീ പിടിച്ച പോലെ ഒരുമിച്ചിരുന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാലും തന്നെ പരിശോധിച്ച ഡോക്ടർക്ക് ആരാടോ സർട്ടിഫിക്കറ്റ് കൊടുത്തത്, അവരാരാടോ ഡോക്ടർ ആക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലായത് തന്റെ ഹോസ്പിറ്റലിലെ ഗുണം. തന്റെ ഹോസ്പിറ്റലിലെ വട്ടപൂജയും CEO ഒക്കെ ഇങ്ങനെ. അപ്പൊ സാധാരണ സ്ത്രീകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ താൻ നോക്കുക, വാളംപുളി, മധുരങ്ങൾ, അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ എല്ലാം തനിക്ക് കൊണ്ടുവരും. ഇത് നമുക്ക് സത്യം തുറന്നു പറയണ്ടേ മഹേഷ്? നിശ്ചിത പറയുമ്പോ എന്ത് പറയാനാ? പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ഡോക്ടറല്ലേ വന്ന് പരിശോധിച്ചു പോയത് എന്നൊക്കെ പറയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും മഹേഷ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ സ്വപ്നവേലി അങ്ങോട്ടേക്ക് വരുവാണ്. അതെ, അമ്മ വന്നല്ലോ. അമ്മയുടെ കാര്യം ഇപ്പൊ ആലോചിച്ചേ ഉള്ളൂ. എന്താ അമ്മേ കയ്യില്? അതോ മധുരപലഹാരം. ഇഷിതക്ക് വേണ്ടിട്ട് മോളെ മധുരം എടുക്ക്. അയ്യോ അമ്മേ, വേണ്ട. ഞാൻ ആക്ച്വലി ഒരു കാര്യം അമ്മയടുത്ത് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും ഗർഭിണിയല്ലെന്നായിരിക്കും പറയാൻ വരുന്നത് അല്ലേ? അതെ, മോൾക്ക് അങ്ങനെ പലതും തോന്നും. അത് മോളുടെ ഉള്ളിലുള്ള തോന്നൽ കൂടിട്ടാ. പക്ഷെ അതെ, മോളത് ഗർഭിണിയാണ് കേട്ടോ. ഒരു ഗർഭിണിനെ കണ്ടല്ലേ അമ്മക്ക് മനസ്സിലാവും. മോളി സ്വീറ്റ്സ് എടുക്ക്. അയ്യോ എനിക്ക് വേണ്ട അമ്മേ. എടുക്ക് കഴിക്കണോ എന്ന് പറഞ്ഞു. ഇതൊക്കെ നല്ലൊരു അവസരമാണ്. ഇതുപോലെ കഴിക്കാൻ ഇനി പറ്റിയില്ലെങ്കിലോ കഴിക്കെന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ഇഷ്ട ചെറിയൊരു പലഹാരം എടുത്തിന് വായി വെക്കുന്നുണ്ട്. മതി അമ്മയെന്ന് പറയാണ്. അല്ല അമ്മ 100 ഇഷിതയുടെ അമ്മേനെ അറിയിച്ചോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അവിടെയല്ലേ ആദ്യം അറിയിക്കേണ്ടത്? അവിടെ അറിയിച്ചു, എല്ലാവരും അറിയിച്ചു ഞാൻ എന്ന് പറയാണ്. ശേഷം പറയണ്ട് ഇഷിതടുത്ത്, ഇഷിത മോളെ, ഞാൻ കുറച്ച് കഞ്ഞി കൊണ്ടുവരട്ടെ. മോൾക്ക് ഉപ്പിലിട്ടതോ അതോ മധുരമോ പുളിയോ എന്താ കഴിക്കാൻ വേണ്ടി വെച്ചാൽ അമ്മയടുത്ത് പറഞ്ഞാൽ മതി, അമ്മ തരാൻ കേട്ടോ എന്ന് പറയാണ്. ശേഷം സ്വപ്നവേലി പറയുന്നുണ്ട്, മോൾക്കറിയാവോ, മഹേഷിനെ ഗർഭം ധരിച്ചിരുന്ന സമയത്തെ എനിക്ക് പുളി കഴിക്കാനായിരുന്നു ആഗ്രഹം. പുളി എന്ന് പറഞ്ഞാൽ നല്ല പുളി, മാങ്ങയിലെ പുളി. പക്ഷെ എനിക്ക് കേരളത്തിലെ മാങ്ങ വേണ്ട, തഞ്ചാവൂരിലെ മാങ്ങ തന്നെ വേണം. രാമനാണെങ്കിൽ നെട്ടോട്ടോടുമായിരുന്നു. എന്നിട്ട് എനിക്ക് വേണ്ടി തഞ്ചാവൂർ പോയിട്ട് പച്ച മാങ്ങ എടുത്തോണ്ട് വന്നു എന്ന് പറയുമ്പോഴേക്കും അത് കഴിച്ചപ്പോഴാണ് മോളെ എനിക്ക് സമാധാനമായത് എന്ന് സ്വപ്നവേലി പറയണം. ഇത് കേട്ട് നിഷിത പറയണ്ട, വെറുതെ അല്ല മഹേഷിന്റെ മുഖം തഞ്ചാവൂർ മാങ്ങ പോലെ എപ്പോഴും പുളിച്ച് ഇരിക്കുന്ന അണ്ണാരെ പോലെ ഇരിക്കണത് എന്ന് പറയാണ്. ആ സമയത്ത് സ്വപ്നവേലി ചിരിക്കുകയാണ്. മോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. താൻ കഴിക്കണോ? ദേ ഇപ്പൊ തന്റെ അമ്മ വരും, എന്തെങ്കിലുമൊക്കെ മധുരപലഹാരങ്ങൾ കൊണ്ടുവരും അല്ലേ അമ്മേ? പിന്നല്ലാതെ. പ്രിയാമണിക്ക് സന്തോഷമായി. പ്രിയാമണി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, മോൾ കഴിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നവേലി അവിടെ നിന്ന് പോവുകയാണ്. മഹേഷിന് ചിരിയും വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. പ്രിയാമണിനെയാണ്. പ്രിയാമണിയാണെങ്കിൽ കണ്ണി കണ്ട ആൾക്കാരെയൊക്കെ ഫോൺ വിളിച്ച് പറയാട്ടോ. അതേന്നേ, ചെലവ് ചെയ്യാം. ചെയ്യാടി എന്നൊക്കെ ഫോണിലെ പറയുമ്പോ മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാമെന്ന് ഫോൺ കട്ടയാണ്. മാഷെ, സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചു. എന്തൊക്കെ വാങ്ങിച്ചു? കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് പച്ചമാങ്ങ. പച്ചമാങ്ങ വാങ്ങിച്ചത് നന്നായി. ഇതൊക്കെ പച്ചമാങ്ങയടുത്തൊക്കെ താല്പര്യം. ഞാനിത് മുറിച്ച് കുറച്ച് ഉപ്പും മുളകൊക്കെ തേച്ച് കൊണ്ടേ കൊടുക്കാം അല്ലേ? അത് മതി. അല്ല, ആരെയൊക്കെ വിളിച്ചു പറഞ്ഞു ഈ കാര്യം? ഞാൻ സുജീനെ വിളിച്ചു, അഷിതനെ വിളിച്ചു. അപ്പൊ നീ മനസ്സിനെ വിളിച്ചില്ലേ? അവരല്ലേ ആദ്യം വിളിച്ചു പറയേണ്ടത്. അത് അശ്വത പറഞ്ഞു കാണുമായിരിക്കും. പിന്നെ അവരോട് പറയുന്നുണ്ട് ഞാൻ. പക്ഷെ നീ ഫോണിലൂടെ അല്ല, നേരിട്ട് 2 വർത്താനം അവർക്ക് പറയണം. എന്ന് പറയണേ. അല്ല മാഷ് പറയുന്നില്ലേ?
കൂട്ടുകാരനോട് പറയണം എന്ന് പറഞ്ഞിട്ട് സുകുമാരൻ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ വിളിക്കണം. ഹലോ സുകുമാരാ, ആ വിശേഷമുണ്ട്, മോൾക്ക് വിശേഷമുണ്ട്, ആ ചെലവൊക്കെ ചെയ്യാടോ എന്നൊക്കെ പറയാട്ടോ. അതിനുശേഷം നമ്മുടെ പ്രിയാമണി മാങ്ങയൊക്കെ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കഷ്ണം മാങ്ങ എടുത്തിട്ട് നമ്മുടെ മാഷ് കഴിച്ചു നോക്കേണ്ട, ഓ അറുപുളി, സൂപ്പർ എന്നൊക്കെ പറയാട്ടോ. പിന്നീട് കാണിക്കുന്ന രചനേനെയാണ്. രചന വീട്ടിലോരോരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ബെല്ലടിക്കുമ്പോഴേക്കും രചന ആ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, ആ എന്താ രചന? ഹലോ കുരു, ഇത് ഞാൻ മൃണാളിനിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഫോൺ എടുക്കാൻ ഇത്ര താമസിച്ചത്? അതുകൊണ്ടല്ല, ഞാൻ തിരക്കിലായിരുന്നു. അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. 70 കോടി നഷ്ടപ്പെട്ടപ്പോ ആകാശ് മേനോൻ വേണ്ടാത്തവനായില്ല നിനക്ക്. നമുക്ക് 70 കോടി നഷ്ടപ്പെട്ടെങ്കിൽ 700 കോടി ആകാശിനെ മേടിക്കാൻ അറിയാം. ഞാൻ കൂടെ ഉണ്ടാകും എന്ന് മൃണാളിനി പറയാണ്. ഞാന് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാണ്. സന്തോഷ വാർത്തയോ? ചിലപ്പോ അത് നിനക്ക് വിഷമകരമായിട്ടുള്ള വാർത്തയായിരിക്കും. ഡോക്ടർ ഇഷിത വേണ്ട, എനിക്ക് കേൾക്കണ്ട. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്നോട് ഇതാരെങ്കിലും പറയായിരിക്കും. എന്താച്ചാ പറ. ഡോക്ടർ ഇഷിത ക്യാരിങ് ആണ്, പ്രഗ്നന്റ് ആണ്, സിറ്റി ഹോസ്പിറ്റലിൽ അറിഞ്ഞ വിവരമാണ് കേട്ടോ. നീ വേണമെങ്കിൽ റൂം അടച്ചിട്ടുണ്ട്, നിലവിളിച്ച് കര അത് പറഞ്ഞിട്ട് മൃണാളിനി ഫോൺ കട്ടയാണ്. അത് കേൾക്കണത് രചനക്ക് ദേഷ്യം വരും കേട്ടോ. രചന ആകെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കണം. ആകാശം അങ്ങോട്ടേക്ക് വരുവാണ്. എന്താ രചന? അത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞ ന്യൂസാണ്. മൃണാളിനിയെ വിളിച്ചു പറഞ്ഞത് ഇഷിത ക്യാരിങ് ആണ്, പ്രഗ്നന്റ് ആണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറയാണ്. അവള് പ്രഗ്നന്റ് ആണെങ്കിൽ നല്ല കാര്യമല്ലേ? എന്ത് നല്ല കാര്യം? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എല്ലാം കൈവിട്ടു പോയി. എന്ത് കൈവിട്ടു പോയിന്ന രചന നീ പറയണത്? നോക്ക്, അവള് ഗർഭിണിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരാൻ പോണത് നമുക്കാണ്. അതെങ്ങനാ? അവള് പ്രഗ്നന്റ് ആകുമ്പോ അവളുടെ ശ്രദ്ധയും ക്യാരിങ് ഒക്കെ കെയറിങ് ഒക്കെ ആർക്ക് പോകും? അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് പോകും. അപ്പൊ ചിപ്പിക്ക് അതൊക്കെ കുറയുവേ. ആ സമയത്ത് ചിപ്പി ആര് സ്വന്തമാക്കണം? നമ്മൾ സ്വന്തമാക്കുന്നു. നമ്മൾ ഒന്നുകൂടി കോർട്ടിലേക്ക് പോകുന്നു, ചിപ്പിനെ സ്വന്തമാക്കുന്നു. അതെങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ ഐഡിയ, യു ആർ ഗ്രേറ്റ് ആകാശ്. ഇപ്പൊ ഓക്കെ ആയല്ലോ, ഇനി തന്റെ ജോലി നോക്ക് എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോവാണ്. രചനക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ഇഷിതേനെയാണ് കേട്ടോ. ഇഷിതയാണെങ്കിൽ മഹേഷിന്റെ പറയാണ്. മഹേഷ് നോക്കു, മഹേഷ് എങ്ങനെയെങ്കിലും ഈ കാര്യം എല്ലാവരും ഒന്ന് പറ മഹേഷ്. ഞാൻ എങ്ങനെ പറയാനാടോ? വയറ്റിലൊരു കുഞ്ഞിൽ അത് ഗർഭിണിയാണെന്ന് എങ്ങനെയാ മഹേഷ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്? അതൊക്കെ ശരി തന്നെയാ, പക്ഷെ നമ്മളിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഗ്രിമെന്റിന്റെ കാര്യം കൊണ്ട് നമ്മൾ പറയേണ്ടി വരും. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഇഷിത നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത്, നാളത്തെ പ്രമോലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിത ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് മഹേഷ് ചോദിക്കാണ്ട്, അല്ല താ ശരിക്കും ക്യാരിങ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീട്ടുകാർക്ക് എന്തൊരു സന്തോഷമായാനെ എന്ന് പറയാണ്. അപ്പൊ മഞ്ജുമ ചോദിക്കുന്നുണ്ട്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നിങ്ങനെ കൈ രണ്ടുപേരിലും ഇങ്ങനെ വെച്ചിട്ട് മഹേഷിനോട് ചോദിക്കാണ്. മഹേഷ് രണ്ടുപേരിലും ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നുണ്ട് മഞ്ജുമയുടെ. ആ സമയത്ത് മഞ്ജുമ പറയണ്ട്, കണ്ടില്ലേ അമ്മേ, ട്വിങ്സ് ആണ് എന്ന് പറയാണ്. ട്വിങ്സ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാരും കൂടി നമ്മുടെ സ്വപ്നയുടെ വീട്ടിൽ വന്ന് കൂടി സന്തോഷം കൊണ്ട് ആഹ്ലാദിക്കാട്ടോ. ആ സമയത്ത് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വീണ്ടും പരിശോധിക്കുകയാണ്. സോറി, ഇഷിത പ്രഗ്നന്റ് അല്ല എന്ന് പറയാണ്. അത് കേൾക്കുന്നതും എല്ലാവരും ആകെ ഞെട്ടി വിഷമിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.